റിസർവ് ചെയ്തിട്ടുള്ള ട്രെയിൻ യാത്രകളാണ് സുരക്ഷിതവും സൗകര്യപ്രദവുമെങ്കിലും ചിലപ്പോഴെങ്കിലും പല കാരണങ്ങളാൽ ട്രെയിൻ യാത്രകൾ തലവേദനയാകാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം സഹയാത്രികരുടെ പെരുമാറ്റമാണ്. നേരത്തെ റിസർവ് ചെയ്ത സീറ്റ് പോലും മറ്റു യാത്രികർ കൈവശപ്പെടുത്തിയതിൻ്റെ അനുഭവം ദൂരയാത്രകൾ നടത്തിയിട്ടുള്ളവർക്കുണ്ടാവും. സൈഡ് അപ്പർ ബർത്ത് റിസർവ് ചെയ്തയാൾക്ക് താഴെയിരിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞു വാദിച്ച സഹയാത്രികനെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പർ ബർത്തിലും മിഡിൽ ബർത്തിലും റിസർവ് ചെയ്തവർക്ക് ഇരുന്ന് യാത്ര ചെയ്യാനാകുമോ? എത്ര സമയം വരെയാണ് ബർത്തിൽ ഉറങ്ങാനാവുക? ഇന്ത്യൻ റെയിൽവേയുടെ നിയമങ്ങളെക്കുറിച്ച് സാമാന്യ ധാരണയുണ്ടാവുന്നത് നിങ്ങളുടെ ട്രെയിൻ യാത്രകളെ കൂടുതൽ അനായാസമാക്കും. സച്ചിതം ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ റെയിൽവേ കൊമേഴ്ഷ്യൽ മാനുവൽ വോള്യം 1-ലെ 652 പാരഗ്രാഫിൽ റിസർവേഷൻ ക്ലാസ്സിലെ ബുക്ക് ചെയ്ത യാത്രികരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെയാണ് റിസർവ് ചെയ്ത് യാത്ര ചെയ്യുന്നവർക്ക് ബർത്തുകളിൽ ഉറങ്ങാനുള്ള സമയം. ബാക്കിയുള്ള സമയമെല്ലാം ഇരുന്ന് യാത്ര ചെയ്യാം. RAC പ്രകാരം സൈഡ് ലോവർ ബർത്തുകളിൽ റിസർവ് ചെയ്ത യാത്രികർക്ക് പകൽ സമയത്ത് ഇരുന്ന് യാത്ര ചെയ്യാം. സൈഡ് അപ്പർ ബർത്തിൽ ബുക്ക് ചെയ്തവർക്കും പകല് ഇരുന്ന് യാത്ര ചെയ്യാമെന്ന് റെയിൽവേ വ്യക്തമായി പറയുന്നുണ്ട്. രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയത്ത് സൈഡ് അപ്പർ ബർത്തിൽ ബുക്ക് ചെയ്തവർക്ക് താഴെയുള്ള സീറ്റിൽ ഇരിക്കാൻ അവകാശമുണ്ടാവില്ല. ഇനി യാത്രികരിൽ എന്തെങ്കിലും ശാരീരിക പരിമിതികളോ അസുഖങ്ങളോ ഉള്ളവരോ ഗർഭിണികളോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സമയം വിശ്രമിക്കാൻ അനുവദിക്കണമെന്നും റെയിൽവേ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിനൊപ്പം ട്രെയിൻ യാത്രികൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ കൂടെ നോക്കാം. രാത്രി 10-ന് ശേഷം ട്രെയിൻ യാത്രികർക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടിയുള്ള നിയന്ത്രണങ്ങളും ഇന്ത്യൻ റെയിൽവേയിലുണ്ട്. നേരത്തെ കയറിയവരാണെങ്കിൽ രാത്രി 10-ന് ശേഷം TTEക്ക് നിങ്ങളുടെ ടിക്കറ്റ് പരിശോധിക്കാൻ വരാനാവില്ല. ട്രെയിനിനുള്ളിൽ രാത്രിയിടുന്ന ലൈറ്റുകൾക്ക് പുറമേയുള്ള എല്ലാ ലൈറ്റുകളും അണച്ചിരിക്കണം. രാത്രി 10-ന് ശേഷം കൂട്ടമായി യാത്ര ചെയ്യുന്നവർ മറ്റ് യാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന രീതിയിൽ ബഹളം വയ്ക്കാൻ പാടില്ല. റിസർവ് ചെയ്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിങ്ങൾക്ക് ട്രെയിനിൽ കയറാനായില്ലെങ്കിൽ അടുത്ത 2 സ്റ്റേഷനുകളിൽ ഒന്നിൽ നിന്ന് കയറിയാൽ മതി. റിസർവ് ചെയ്ത സ്റ്റേഷൻ പിന്നിട്ട് 2 സ്റ്റേഷനുകൾ കഴിയുന്നതുവരെ TTEക്ക് നിങ്ങൾ റിസർവ് ചെയ്ത സീറ്റ് മറ്റൊരാൾക്ക് നൽകാനാവില്ല. ഇനി റിസർവ് ചെയ്ത സ്റ്റേഷനും 2 സ്റ്റേഷനുകളും കഴിഞ്ഞാൽ TTEക്ക് RAC PNR സ്റ്റാറ്റസ് ഉള്ള ഏത് യാത്രികനും സീറ്റ് നൽകാൻ സാധിക്കും. റിസർവ് ചെയ്താലും വെയിറ്റിംഗ് ലിസ്റ്റിലാവുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യാൻ മാർഗമുണ്ട്. അതിന് PRS കൗണ്ടറിൽ നിന്നും യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്താൽ മതി. വെയിറ്റിംഗ് ലിസ്റ്റിലെ ടിക്കറ്റ് ആയാലും ഇത് കാണിച്ച് യാത്ര ചെയ്യാനാവും. അതേസമയം ഓൺലൈൻ വഴി ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ ഇത് സാധ്യമാവില്ല. ചാർട്ട് തയ്യാറാക്കിയ ശേഷം വെയിറ്റിംഗ് ലിസ്റ്റിലെ ടിക്കറ്റ് റീഫണ്ട് ചെയ്യുമെന്നതിനാൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ആളെ പോലെയാവും നിങ്ങളെ കണക്കാക്കുക. ട്രെയിനിലെ ചങ്ങല കാണുമ്പോൾ ഒന്ന് വലിച്ചു നോക്കാൻ തോന്നാത്തവരുണ്ടാവില്ല. എപ്പോഴൊക്കെ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്താനാകും? നിങ്ങൾക്കൊപ്പമുള്ള കുട്ടിക്കോ പ്രായമായ ആൾക്കോ ശാരീരിക പരിമിതിയുള്ളയാൾക്കോ ട്രെയിനിൽ കയറാനാവാതെ വന്നാൽ ചങ്ങല വലിക്കാം. ട്രെയിനിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയോ മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്താലും ചങ്ങല വലിക്കാം. റിസർവ് ചെയ്ത യാത്രികർക്ക് എത്ര ഭാരമുള്ള ലഗേജ് കൊണ്ടുപോകാനാകുമെന്നതിനും കണക്കുണ്ട്. AC യാത്രികരാണെങ്കിൽ 70 കിലോയും സ്ലീപ്പർ ക്ലാസ്സിൽ 40 കിലോയും സെക്കൻഡ് ക്ലാസ്സിൽ 35 കിലോയും ഭാരം ഒരു യാത്രികന് ഒപ്പം കൂട്ടാനാകും. ഇനി അധിക ലഗേജ് ചാർജ് നൽകിയിട്ടുണ്ടെങ്കിൽ ACയിൽ 180 കിലോയും സ്ലീപ്പറിൽ 80 കിലോയും സെക്കൻഡ് സിറ്റിംഗിൽ 70 കിലോയും വരെ ഭാരമുള്ള സാധനങ്ങൾ കൂടെ കൊണ്ടുപോകാൻ നമുക്കാവും. ഇതുപോലെയുള്ള പ്രധാന റെയിൽവേ നിയമങ്ങളെക്കുറിച്ച് സാമാന്യ ധാരണ നിങ്ങളുടെ ട്രെയിൻ യാത്രകളെ കൂടുതൽ എളുപ്പമാക്കും.